ആസാമിലെ കസിരംഗ ഫോറസ്റ്റിലെ നമ്മുടെ 6ാമത്തെ സഫാരിയാണിത്. ഇന്ന് നമ്മൾ പോകുന്നത് ബുറ പഹാർ എന്ന് പറയുന്ന റേഞ്ചിലേക്കാണ്. വെൽക്കം ടു ദി വേൾഡ് ഓഫ് ക്രിഷ് വണ്ടർലസ്റ്റ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ സെൻട്രൽ സോണിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ ദൂരെയുള്ള ബുറ പഹാർ റേഞ്ചിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. സഫാരി സ്റ്റാർട്ട് ചെയ്ത അധിക സമയം ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫസ്റ്റ് കാഴ്ച കിട്ടി. ഒരു കൂട്ടം കോമൺ ലെപ്പേർഡ് ബട്ടർഫ്ലൈ. ഇവർ ചെയ്യുന്ന ഈ പ്രോസസ്സിൻ്റെ പേര് മഡ് പഡ്ലിംഗ് എന്നാണ്. അതായത് മണ്ണിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള മിനറൽസും മറ്റും വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. കേരളത്തിൽ കാണാൻ കിട്ടാത്ത മറ്റൊരു സ്പീഷീസാണ് ക്യാപ്ഡ് ലംഗൂർ. മലയാളത്തിൽ ഇവരെ തൊപ്പിക്കാരൻ കുരങ്ങ്, തൊപ്പി ഹനുമാൻ കുരങ്ങ് എന്നൊക്കെ വിളിക്കാറുണ്ട്. തലയുടെ മുകളിലായിട്ട് പിന്നിലേക്ക് വളർന്നു നിൽക്കുന്ന കറുത്ത മുടിയുണ്ട് ഇവർക്ക്. അത് കാണുമ്പോൾ ഏകദേശം ഒരു തൊപ്പി പോലെയാണ് ഇരിക്കുന്നത്. ഈ പേര് വരാനുള്ള റീസണും അത് തന്നെയാണ്. ഇവരുടെ മുഖം കറുത്ത നിറത്തിലാണ്. പുറംഭാഗം ചാര നിറത്തിലോ അല്ലെങ്കിൽ കറുപ്പ് കലർന്ന നിറത്തിലോ കാണപ്പെടുമ്പോൾ അടിവയറ്റിലെ രോമങ്ങൾ മാത്രം ഇളം മഞ്ഞ അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തിലാണ് ഉണ്ടാവുക. ഇത് വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കളറാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഏകദേശം 10 മുതൽ 14 കിലോഗ്രാം വരെ ഇവർക്ക് തൂക്കം ഉണ്ടാവാറുണ്ട്. ശരീരത്തിനെക്കാട്ടിലും നീളമുള്ളതായിരിക്കും ഇവരുടെ വാലുകൾ. അത് ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. ഏകദേശം 70 മുതൽ 90 സെൻറ്റിമീറ്റർ വരെ ഇവരുടെ വാലുകൾക്ക് നീളം വരാറുണ്ട്. കുഞ്ഞായിരിക്കുന്ന സമയത്ത് മുതിർന്ന കുരങ്ങുകളെ പോലെയല്ല ഇവരുടെ കളർ വരുന്നത്. ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വർണം കലർന്ന വെള്ള നിറമായിട്ടാണ് കാണപ്പെടുന്നത്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവരെ കൂടുതലും കാണുന്നത്. ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും ഇവർ മരങ്ങളുടെ മുകളിൽ തന്നെയാണ് കഴിച്ചുകൂട്ടുന്നത്. വളരെ അപൂർവമായിട്ട് മാത്രമേ ഇവർ താഴേക്കിറങ്ങി വരാറുള്ളൂ. 8 മുതൽ 15 പേര് അടങ്ങുന്ന ഒരു ചെറിയ ഗ്രൂപ്പായിട്ടാണ് ഇവർ താമസിക്കുന്നത്. അതിൽ ഒരു ആൺകുരങ്ങും ഒന്നിലധികം പെൺകുരങ്ങുകളും ഉണ്ടാവാറുണ്ട്. ഇലകളിലെ സെല്ലുലോസ് ദഹിപ്പിക്കാൻ സഹായിക്കുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് ഇവർക്കുള്ളത്. ഒന്നിലധികം ചേംബറുകളുള്ള വയറും വലിപ്പം കൂടിയ സലൈവറി ഗ്ലാൻസും ഒക്കെ അതിനിവരെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഇലകൾ തന്നെയാണ് ഇവർ കഴിക്കുന്നത്. ഇതിന് പുറമെ പലപ്പോഴും പഴങ്ങൾ, പൂക്കൾ, വിത്തുകളൊക്കെ കഴിക്കാറുണ്ട്. വനനശീകരണവും റോഡിൻ്റെയും ഹൈവേയുടെയൊക്കെ വികസനമൊക്കെ വന്നത് കാരണം ഇവരിപ്പോൾ IUCN റെഡ് ലിസ്റ്റിൽ വൾണറബിൾ സ്പീഷീസ് ആയിട്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബുറ പഹാർ റേഞ്ചിൽ ഒരു സെഷനിൽ വെറും 10 വണ്ടികൾ മാത്രമാണ് കയറ്റി വിടുന്നത്. ഈ ഒരു റീസൺ കൊണ്ട് അധികം വണ്ടികളുടെ ശല്യം ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു റേഞ്ച് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. കോർ സോണുകളുടെ അവസ്ഥ ഇതല്ല എന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മുമ്പ് പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും കാണാനുള്ള ഭംഗി കാരണം ഇവരെ കാണുമ്പോൾ വണ്ടി നിർത്താണ്ട് പോകാൻ തോന്നാറില്ല. ഇതാണ് റെഡ് ജംഗിൾ ഫൗൾ. കേരളത്തിൽ കാണപ്പെടുന്ന ഗ്രേ ജംഗിൾ ഫൗളിൻ്റെ റിലേറ്റീവാണ്. കേരളത്തിൽ നമുക്ക് കാണാൻ കിട്ടാത്ത മറ്റൊരു ജീവിയാണ് സ്വാം ഡിയർ അഥവാ ബാരാസിംഗ. പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ സ്വാംസ് അഥവാ ചതുപ്പുകളിലാണ് ഇവരെ കൂടുതലായിട്ടും കാണാറുള്ളത്. ബ്ലാക്ക് നെക്ഡ് സ്റ്റോർക്ക്
കരിങ്കൊക്ക് എന്ന മലയാളത്തിൽ വിളിക്കും. ഹെൽത്തി ആയിട്ടൊരു എക്കോസിസ്റ്റത്തിൻ്റെ ലക്ഷണമാണ് ഇവരെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കിങ് ഓഫ് മാർഷസ് എന്ന് വിളിക്കാറുണ്ട്. ഉയരം കൂടിയ പറക്കുന്ന പക്ഷികളിൽ ഒന്നായിട്ടാണ് കരിങ്കൊക്ക് അറിയപ്പെടുന്നത്. ഏകദേശം 150 സെൻറ്റിമീറ്റർ വരെ ഇവർക്ക് ഹൈറ്റ് വരാറുണ്ട്. മറ്റുള്ള കൊക്കുകളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഇവരുടെ കണ്ണിൻ്റെ കളർ വെച്ച് മെയിലിനെയും ഫീമെയിലിനെയും അറിയാൻ സാധിക്കും. ഫീമെയിൽസിന് ബ്രൈറ്റ് യെല്ലോ നിറത്തിലുള്ള ഐറിസ് ആണുള്ളത്. ബുറാപഹാർ റേഞ്ചിൻ്റെ മറ്റൊരു പ്രത്യേകത ഇങ്ങനെ യുണീക്ക് ആയിട്ടുള്ളൊരു ഗ്രാസ് ലാൻഡാണ്. കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ഇങ്ങനത്തെ ഗ്രാസ് ലാൻഡ്സിൽ അനിമൽസ് നിൽക്കുന്ന കാഴ്ചയുണ്ട്. അതൊരു വല്ലാത്ത ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. ഹൂലോക്ക് ഗിബോൺസിനെ കാണാൻ പറ്റുന്ന ഒരു റേഞ്ച് കൂടിയാണ് ബുറാപഹാർ. അതുകൊണ്ട് തന്നെ ഹൈറ്റുള്ള മരങ്ങളുള്ള പ്രദേശങ്ങൾ നന്നായിട്ട് സ്കാൻ ചെയ്താണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹൂലോക്ക് ഗിബോൺസിനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടതാണ് ഈ ഒരു പ്രാവിനെ. കണ്ടിട്ട് ഇംപീരിയൽ പീജിനെ പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഹൈഡിലായതുകൊണ്ട് ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടുന്നില്ല. ബുറാപഹാർ റേഞ്ചിലെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്നാണ് ഇങ്ങനെയുള്ള ഗ്രാസ് ലാൻഡ്സ്. ഇത്രയും ഭംഗിയുള്ള ഫ്രെയിംസ് ഈ അടുത്ത കാലത്തൊന്നും ഒരു കാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ആനിമൽ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് മിക്കവാറും ഈ ഫ്രെയിംസിൽ വെച്ച് തന്നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ആനിമൽസിനെ കാണാനായിട്ടും പറ്റുന്നുണ്ട്. റൈനോസറസിന് ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ്. കാരണം അഗ്രസീവായിട്ടുള്ള ആനിമൽസാണ് ഇവർ. ദൂരത്തു നിന്ന് നോക്കുമ്പോൾ ഇവരെ കാണുന്ന സമയത്ത് ഹാർഡായിട്ടുള്ളൊരു ആർമർ ധരിച്ചതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ആ ഒരു ആർമറിൽ തന്നെ മുറിവുകൾ ഉണ്ടായിരിക്കുന്നത് അടുത്തു നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇന്ത്യൻ റൈനോയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കസരംഗ സീരീസിലെ മുമ്പുള്ള വീഡിയോസിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. പൊതുവെ വളരെ ശാന്തരായിട്ട് തോന്നുമെങ്കിലും ഇവർ വളരെ അഗ്രസീവാണ്. പലപ്പോഴും കസിരംഗയിൽ സഫാരി വെഹിക്കിൾസിനെ ഇവരെ അറ്റാക്ക് ചെയ്യാറുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ഉള്ളത് കാരണം അപകടങ്ങൾ അധികം ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ മുറിവിലൊക്കെ ചെറിയ ചെറിയ കുത്തിച്ചകൾ വന്ന് അരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ മിക്കപ്പോഴും വെള്ളത്തിലിറങ്ങി കിടക്കുന്നത്. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു അഡീഷണൽ ബെനിഫിറ്റ് കൂടി അതിനുണ്ട് കേട്ടോ. ഭഗോരി റേഞ്ചിലെ 2 സഫാരിയിലും നമ്മുടെ കൂടെ ഒരു ഗൺമാൻ ഉണ്ടായിരുന്നു. ഇമ്രാൻ ഹുസൈൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്ക് അത്യാവശ്യം മലയാളം സംസാരിക്കാൻ അറിയാം. കാരണം ആസാമിലുള്ള ഒരുപാട് ആൾക്കാർ കേരളത്തിൽ പല തവണയായിട്ട് വന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് 110% ടൈഗറിനെ കാണിച്ചു തരും എന്നാണ് ഇമ്രാൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളും ആ ഒരു വിശ്വാസത്തിലാണ്. ഇതാണ് നമ്മുടെ ജീപ്പ് ഡ്രൈവറായിട്ടുള്ള മോത്തിയൂർ ഖാൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്ഥിരമായിട്ട് ഇവിടെ ടൈഗർ സൈറ്റിംഗ് കിട്ടുന്ന ഒരു സ്പോട്ടിലാണ്. ഇന്നലെയും ഇവിടെ ടൈഗറിനെ സ്പോട്ട് ചെയ്തു എന്നാണ് ഇമ്രാൻ പറഞ്ഞത്. ദൂരെയായിട്ട് കുറച്ച് ഹോഗ് ഡിയേഴ്സ് നിന്ന് മേയുന്നുണ്ട്. സഫാരി വെഹിക്കിളിൽ നിന്ന് താഴെ ഇറങ്ങാൻ പെർമിഷൻ ഉള്ളത് ഈ ഗൺമാൻമാർക്ക് മാത്രമാണ് കേട്ടോ.
ഡ്രൈവേഴ്സിനോ അല്ലെങ്കിൽ പോകുന്നവർക്കോ അതിൽ നിന്ന് ഇറങ്ങാനായിട്ടുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല. ഇവരുടെ കയ്യിൽ എപ്പോഴും ലോഡഡ് ആയിട്ടുള്ളൊരു തോക്കുണ്ടാവും. എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഫയർ ചെയ്യാനുള്ള അധികാരവും ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. കുറച്ചധിക സമയമായിട്ടും ഇതുവരെ മൂവ്മെൻറ്റ്സ് ഒന്നും കാണുന്നില്ല. ഈവനിങ് സഫാരിയിലാണ് കൂടുതലും കസിരംഗയിൽ ടൈഗർ സൈറ്റിംഗ് കിട്ടാറുള്ളത്. वो वाइल्ड बोर आ रहा है, रोड क्रॉस कर रहा है, वाइल्ड बोर. हाँ बेबी भी है, छोटे. നമ്മളങ്ങനെ ടൈഗറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ വേറെയും വണ്ടികൾ അവിടെ വരാനായിട്ട് തുടങ്ങി. സ്പോട്ട് എല്ലാവർക്കും അറിയാമല്ലോ. പെട്ടെന്ന് കാട്ടിനകത്തുനിന്ന് ഇറങ്ങി വന്നതാണ് ഈ ഒരു റൈനോ. പുള്ളി വന്ന് നോക്കുമ്പോൾ കുറേ ജിപ്സി കിടക്കുകയാണ് വഴിയിലായിട്ട്. എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. പച്ചകാല് പിന്നോട്ടില്ല എന്ന് തീരുമാനിച്ച് നമ്മുടെ നേരെയാണ് ഈ റൈനോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. റൈനോ മുന്നോട്ട് തന്നെ വരാൻ തുടങ്ങിയപ്പോൾ തോക്കെടുത്തവർ ലോഡ് ചെയ്ത സൗണ്ടാണ് ഇപ്പോൾ കേട്ടത്. പരിചയമുള്ള സൗണ്ട് ആയതുകൊണ്ടായിരിക്കാം പെട്ടെന്നൊന്ന് നിന്നിട്ട് റൈനോ കാട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. കാടിനുള്ളിലേക്ക് കയറിയ റൈനോ ഒരു റൗണ്ട് അടിച്ച് നമ്മുടെ വണ്ടിയുടെ പുറകിലായിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി പോവാണ്. പാവം, വെള്ളത്തിൽ ഇങ്ങനെ പോയി കിടക്കാനാണ് ഈ ഒരു കഷ്ടപ്പാട് മൊത്തം. മോത്തിയൂറിൻ്റെ കയ്യിൽ വന്നിരിക്കുന്ന ആളിനെ കണ്ടു. ഇതാണ് കോമൺ 5 റിംഗ് ബട്ടർഫ്ലൈ. മലയാളത്തിൽ ഇവരെ പഞ്ചനേത്രി എന്നാണ് വിളിക്കാറ്. എന്തായാലും ഇത്രയും സമയം കാത്തിരുന്നത് വെറുതെ ആയില്ല. ദേ പോകുന്നു നമ്മൾ ആകാംക്ഷയോടെ നോക്കിയിരുന്ന ടൈഗർ. അൺഫോർച്ചുനേറ്റ്ലി വളരെ ചെറിയൊരു സമയം മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് വളരെയധികം കഷ്ടപ്പെട്ടു. ജസ്റ്റ് ഒരു ഗ്ലിംസാണ് കാണാൻ പറ്റിയത്. പക്ഷെ കാണുന്നത് തന്നെ ഭാഗ്യമല്ലേ. വെള്ളത്തിൽ ഓൾറെഡി കിടന്നതാണോ നീന്തി കയറി വന്നതാണോ എന്നൊന്നും അറിയില്ല. പെട്ടെന്ന് കയറി കാടിനുള്ളിലേക്ക് മറയുകയായിരുന്നു ആൾ. ഒരുപാട് ദൂരെ ആയതുകൊണ്ടും പെട്ടെന്ന് സംഭവിച്ചതുകൊണ്ടും ഒരുപാട് ഫോട്ടോസൊന്നും ക്ലിക്ക് ചെയ്യാനായിട്ടും പറ്റിയില്ല. ഉള്ള ഫോട്ടോസ് ഇതൊക്കെയാണ്. കസിരംഗയിലെ ബിഗ് 5 എന്നറിയപ്പെടുന്ന 5 ജീവികളാണ് ഗ്രേറ്റ് ഇന്ത്യൻ 1 ഹോൺ റൈനോസറസ്, റോയൽ ബംഗാൾ ടൈഗർ, ഏഷ്യൻ എലിഫൻറ്റ്, ഏഷ്യാറ്റിക് വൈൽഡ് വാട്ടർ ബഫല്ലോ, പിന്നെ ഈസ്റ്റേൺ സ്വാമ്പ് ഡിയർ. നമ്മുടെ ഈ സഫാരികളിൽ ഇപ്പോൾ ഈ 5 മൃഗങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാട്ടിലേക്ക് സഫാരി പോകുന്ന സമയത്ത് മൃഗങ്ങളെ കാണുക എന്നുള്ളത് മാത്രമല്ല, ആ ഒരു കാടിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നുള്ളത് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ടെറൈനാണ് കസിരംഗയിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയത്. സഫാരി ജീപ്പ് പോകുന്ന പാത്തിനടുത്തായിട്ടാണ് ആ ഒരു റൈനോസറസ് നിൽക്കുന്നത്. അവൻ മിക്കവാറും അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. പറഞ്ഞതുപോലെ തന്നെ വന്ന 2 ജിപ്സിയും റൈനോ ഒന്ന് പേടിപ്പിക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു. ഏതായാലും ഇന്നത്തെ സഫാരി വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ 5 സഫാരിയിലും കാണാൻ സാധിക്കാത്ത റോയൽ ബംഗാൾ ടൈഗറിനെ നമ്മൾ ഇന്ന് കണ്ടു. പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ടെറൈൻസും കാണാനായിട്ട് പറ്റി. നമ്മുടെ 7ാമത്തെ സഫാരി ഈസ്റ്റേൺ റേഞ്ച് ആയിട്ടുള്ള അഗരതുലിയിലാണ്. അത് ബേർഡിങ്ങിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റേഞ്ചാണ്. ആ സഫാരി അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. See you soon with the next one. Until then, adios amigos.